ഒരു ചോദ്യം. നടുവേദനയോടൊപ്പം കാലിലേക്ക് വേദന ഇറങ്ങുന്നുണ്ടാവും. തുടയിലൂടെ, മുട്ടിലൂടെ, ചിലപ്പോൾ കാലിന്റെ വിരൽ വരെ. കാല് മരവിക്കുന്നുണ്ടോ? കാലില് തീ പടരുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? ഇരുന്നാ കൂടുന്നു, നിന്നാ കൂടുന്നു, ഇത് കാരണം ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇത് സയാറ്റിക്കയാണോ? ഈ ചോദ്യം ദിവസവും ആളുകൾ പലപ്പോഴായിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, കമന്റിൽ ചോദിക്കാറുണ്ട്, DM ചെയ്യാറുണ്ട്. ഇവിടെ ഒരു ഫാക്ട് ഉണ്ട്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കും. കാലിലേക്ക് ഇറങ്ങുന്ന എല്ലാ വേദനയും സയാറ്റിക്ക അല്ല. സയാറ്റിക്കയ്ക്ക് ഡിസ്ക് ബൾജ് മാത്രം കാരണമല്ല. MRIയിൽ ഡിസ്ക് ബൾജ് ഉണ്ടെന്ന് കരുതിയാൽ സർജറി വേണമെന്നൊന്നും അർത്ഥമില്ല. ഈ 3 പോയിന്റും ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിളായി സയൻസും ആയുർവേദവും കമ്പൈൻ ചെയ്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ പേര് ഡോക്ടർ ശരത് എന്നാണ്. ഞാൻ ഋഷഭാദ്രിയിലെ സ്പൈൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ട് സർജറി ഇല്ലാതെ തന്നെ റൂട്ട് കോസിനെ അഡ്രസ് ചെയ്ത് ലാസ്റ്റിംഗ് ആൻഡ് റിലീഫ് പോസിബിൾ ആണ് എന്നുള്ള കോൺസെപ്റ്റിൽ തന്നെയാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് തിയററ്റിക്കൽ മാത്രമല്ല, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ഇവിടെ പറയുന്നുണ്ട്. ആദ്യം ബേസിക്സ് മനസ്സിലാക്കാം. സയാറ്റിക് നെർവ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ നെർവാണ്. ഇത് ലോവർ ബാക്കിൽ നിന്ന് ആരംഭിച്ച് ബട്ടക്സിലൂടെ, തൈസിലൂടെ, കാഫിലൂടെ, ഫൂട്ട് വരെ, പാദം വരെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈ നെർവിൽ പ്രഷർ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ആ പാത്വേയിൽ എവിടെ വേണമെങ്കിലും പ്രഷർ ഉണ്ടായാൽ അവിടെ മരവിച്ച പോലെ നംനെസ് ഉണ്ടാവും, ബേണിംഗ് സെൻസേഷൻ ഒക്കെ അവിടെ ഉണ്ടാവാം, പിന്നെ വേദനയും ഉണ്ടാവാം. ഇതിനെയാണ് ശരിക്കും സയാറ്റിക്ക എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ പറയുന്നത്, മനസ്സിലാക്കേണ്ടത് സയാറ്റിക്ക ഒരു രോഗമല്ല. സയാറ്റിക്ക എന്നത് ഒരു സിംറ്റം മാത്രമാണ്. സയാറ്റിക് നെർവിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന കാരണമാണ് അത് രോഗാവസ്ഥയായി മാറുന്നത്. അപ്പൊ അതിനെ ശരിക്കും നമ്മൾ ആ ഒരു കാരണം ഐഡന്റിഫൈ ചെയ്യാതെ ട്രീറ്റ് ചെയ്താൽ ആ വേദന താൽക്കാലികമായി കുറയും, പക്ഷെ അത് തിരിച്ചു വരും. ഇതുകൊണ്ടാണ് മെജോറിറ്റി ഓഫ് ആളുകൾക്കും വേദന വീണ്ടും വരുന്നു എന്നുള്ളതിന്റെ കാരണം, അല്ലെങ്കിൽ അതാണ് ഞാൻ കണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ്. കാലിലേക്ക് വേദന ഇറങ്ങുമ്പോൾ പേഷ്യൻസ് പലപ്പോഴും അസ്യൂം ചെയ്യുന്നത് ഇത് സയാറ്റിക്കയാണ്. ഓക്കെ, എന്നാൽ ഡോക്ടേഴ്സ് അതിനെ അസ്യൂം ചെയ്യുന്നത് ചിലപ്പോൾ ഡിസ്കിന്റെ ബൾജ് ആയതുകൊണ്ടാണ്. പക്ഷെ കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന എല്ലാ വേദനയ്ക്കും കണ്ടീഷൻസ് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് പൈറിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്നതാണ്. അതായത് ബട്ടക്സിൽ നിന്ന് ഒരു മസിൽ ഉണ്ട്, ശരിക്കും അതിന് പറയുന്ന പേരാണ് പൈറിഫോമിസ്. ഇത് ടൈറ്റ് ആകുമ്പോൾ സയാറ്റിക് നെർവിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. ഡിസ്കിന് ഒരു പ്രോബ്ലവും ഇല്ല, പക്ഷെ സയാറ്റിക് പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. മറ്റൊരു കണ്ടീഷനാണ് ഫേസറ്റ് ജോയിന്റ് റഫർ. അതായത് ലംബാർ ഫേസറ്റ് ജോയിന്റ്സ് ഇറിറ്റേറ്റ് ആകുമ്പോൾ തൈസിലേക്ക് വേദന റേഡിയേറ്റ് ചെയ്യും. ഇവിടെയും ഡിസ്കിന്റെ പ്രോബ്ലം ഇല്ല, നെർവിന്റെ കംപ്രഷനും ഇല്ല, പക്ഷെ കാലിന് വേദന റേഡിയേറ്റ് ചെയ്യുന്നുണ്ടാവും, പോകുന്നുണ്ടാവും. ഇനി മറ്റൊരു കണ്ടീഷനാണ് SI ജോയിന്റ് ഡിസ്ഫങ്ഷൻ, സാക്രോ ഇലിയാക് ജോയിന്റ് ഡിസ്ഫങ്ഷൻ എന്നാണ് ഇതിനെ പറയുക. ബട്ടക്സിലേക്കും തൈസിലേക്കും പെയിൻ റേഡിയേറ്റ് ചെയ്യപ്പെടും. ഇതും കാണാൻ ഏതാണ്ട് സയാറ്റിക്ക പോലെ തന്നെ ഫീൽ ചെയ്യപ്പെടും എന്നുള്ളതാണ്. മറ്റൊരു കണ്ടീഷനാണ് വാസ്കുലർ ക്ലോഡിയേഷൻ. ബ്ലഡ് സർക്കുലേഷനിൽ ഉണ്ടാവുന്ന പ്രോബ്ലമാണിത്. നടക്കുമ്പോൾ കാലുവേദന ഉണ്ടാവും, റെസ്റ്റ് എടുക്കുമ്പോൾ ഇത് കുറയും. ഇതില് സ്പൈനുമായി യാതൊരു പ്രശ്നവുമില്ല, വാസ്കുലർ ആയിട്ടുള്ള പ്രശ്നം മാത്രമാണ്. ആ ബ്ലഡ് സർക്കുലേഷന്റെ പ്രോബ്ലമാണ് അവിടെ ഉള്ളത്. ഇതുകൊണ്ടാണ് പ്രോപ്പർ അസസ്മെന്റ് ഇല്ലാതെ സയാറ്റിക്ക ഡയഗ്നോസ് ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് ഞാൻ പറയുക. കാരണം ആദ്യമേ ചെയ്യേണ്ടത് അതിന്റെ കോസ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യുക. പല ആൾക്കാരും അത് ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇനി ഒരു എക്സ്റേക്കോ സ്കാനിലേക്കോ MRIയിൽ റിപ്പോർട്ടിൽ ഒരു ഡിസ്ക് ബൾജ് കണ്ടു കഴിഞ്ഞാൽ പലരും പെട്ടെന്ന് പാനിക് ആവും. ഡോക്ടർ ഇതിന് സർജറി വേണോ, റിപ്പോർട്ട് കൊണ്ട് വരാറുണ്ട്. ഇതിന്റെ ഒരു റിസർച്ച് ആൻസർ ഉണ്ട്. ഞാൻ പറയാം, ബാക്ക് പെയിൻ ഇല്ലാതെ തന്നെ ആളുകൾ ഹെൽത്തി ആയിട്ടുള്ള ആളുകളുണ്ട്. MRI ചെയ്യുമ്പോൾ 30 വയസ്സുള്ളവരിൽ ഏകദേശം 37% ആളുകൾ ഡിസ്കിന്റെ അബ്നോർമാലിറ്റി കണ്ടിട്ടുണ്ട്. 50 വയസ്സുള്ള ആളുകളിൽ 80% കൂടുതൽ ആളുകളിലും കണ്ടിട്ടുണ്ട്. ഇവർക്കൊന്നും തന്നെ പ്രധാനപ്പെട്ട കാര്യം വേദന ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് നട്ടലിന് പ്രായമാകുന്നതിന്റെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, നോർമൽ പാർട്ടാണ്. ഡിസ്ക് ബൾജ് ഒരിക്കലും ഒറ്റയ്ക്ക് വേദനയുടെ കാരണമാകുന്നില്ല. വേദന ഉണ്ടാകുന്നത് ഡിസ്ക് ബൾജ്, നെർവിന്റെ സെൻസിറ്റിവിറ്റി പ്ലസ് പൂർ ആയിട്ടുള്ള പോസ്ചർ, ഇരിക്കുന്ന പോസ്ചർ കറക്ഷൻ പൂർ ആണെങ്കിൽ, അതോടൊപ്പം തന്നെ വീക്ക് ആയിട്ടുള്ള മസിൽസ്, കോർ, അബ്ഡോമിനൽ കോർ മസിൽസ് വീക്ക് ആണെങ്കിൽ, സ്ട്രെസ്, കണ്ടമാനം മാനസികാസ്വാസ്ഥ്യം ഒക്കെ ഉണ്ടെങ്കിൽ, സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇതെല്ലാം ചേർന്ന് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ശരിക്കും വേദന
അല്ലെങ്കിൽ അത്രയും ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവുന്നത്. റിപ്പോർട്ടിനെ അല്ല നമ്മളിവിടെ ചികിത്സിക്കേണ്ടത്, പേഷ്യന്റിനെ അവരുടെ പേഷ്യന്റിന്റെ ലക്ഷണങ്ങളെ ആ ഒരു റൂട്ട് കോസ് മനസ്സിലാക്കി ആ ലക്ഷണങ്ങളെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. കൺസർവേറ്റീവ് മാനേജ്മെന്റിൽ ഒരു 80 മുതൽ 90% വരെ സയാറ്റിക്ക പേഷ്യൻസിനും സർജറിയുടെ ആവശ്യം വരുന്നില്ല. അതില്ലാതെ തന്നെ അവർക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ആയുർവേദത്തിൽ പറയുന്നുണ്ട് സയാറ്റിക്കയെ ഗൃദ്രസി എന്നാണ് പറയുന്നത്. ഓക്കെ, ഗൃദ്രസി. ഇത് ഞാൻ ഈ ആയുർവേദത്തിന് കുറ്റം പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആയുർവേദത്തില് സയാറ്റിക്കയെ ഗൃദ്രസി എന്ന് പറയുന്നുണ്ട്. ഗൃദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൾച്ചർ, കഴുകൻ. അപ്പൊ കഴുകൻ നടക്കുന്നത് പോലെ കുനിഞ്ഞ് വളഞ്ഞ് നടക്കേണ്ടി വരുന്ന കണ്ടീഷൻ, ഇതിനെയാണ് ഗൃദ്രസി എന്ന് ആയുർവേദത്തിൽ കോറിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ചരക സംഹിതയിൽ പറയുന്നുണ്ട് ഗൃദ്രസിയുടെ തന്നെ എക്സാക്ട് ഇന്ന് പറയുന്ന അതേ സിംറ്റംസ് അവരും പറയുന്നുണ്ട്. ബട്ടക്സ്, അതിന് പറയുന്ന വാക്കുകളെല്ലാം വേറൊരു രീതിയിലാണ്, സംസ്കൃതത്തിലാണ് പറയുന്നതെന്ന് മാത്രം. നമ്മൾ അതിനെ ആ ഒരു ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്ന പോലെ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പൊ അവിടെ പറയുന്ന സിംറ്റംസിനെ വളരെ മനോഹരമായി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സ്പിക്, ബട്ടക്സ് എന്നാണ് സ്പിക്കിന്റെ അർത്ഥം വരിക. ബട്ടക്സ് പെയിന്, കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ബാക്ക് പെയിന്. ഒപ്പം തന്നെ ഉരു, തൈസിനെയാണ് പറയുക, നമ്മുടെ തൊടേനെയാണ് പറയുക. ജാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട്, നീ പെയിൻ. ജങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഫ് പെയിൻ. പാദം എന്ന് പറഞ്ഞാൽ പാദം. അപ്പൊ ഇതെല്ലാം തന്നെ എക്സാക്ട്ലി ഒരു സയാറ്റിക് നെർവിന്റെ പാത്വേ ആണ്. ഓക്കെ, 2000 വർഷം മുമ്പ് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അവർ ആ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ആയുർവേദിക് എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാദം വല്ലാണ്ട് അഗ്രവേറ്റ് ചെയ്യുമ്പോൾ, വാദം കൂടുമ്പോൾ നെർവിന്റെ ചാനലുകളെ ബ്ലോക്ക് ചെയ്യപ്പെടും. ഓക്കെ, അവിടെ വേദന ക്രിയേറ്റ് ചെയ്യും. ഇതാണ് അവർ പറയുന്ന ഒരു പ്രോസസ്സ്. ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതി ഇതാണ്. കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയാൻ പറ്റും, പക്ഷെ സമയ പരിമിതി പോലെ ഞാൻ ഇതിങ്ങനെയാണ് പറയണത്. അപ്പൊ ഇത് വളരെ മനസ്സിലാക്കേണ്ടവർക്ക് ഇത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന് അവർ പറയുന്ന ട്രീറ്റ്മെന്റും പറയുന്നുണ്ട്. കട്ടിവസി എന്ന് പറയുന്നത് ശരിക്ക് ലംബാർ ഏരിയയിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എണ്ണ, ഓയിൽ വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെയാണ്. അപ്പൊ അതെല്ലാം തന്നെ ഒരു ഡിസ്കിന്റെ ഡീകംപ്രഷന് ഒരു സാധ്യത കൊടുക്കും. ബസ്തി ചികിത്സ ചെയ്യുന്ന ആയുർവേദത്തില് സയാറ്റിക്കയുടെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ബസ്തിയിലാണ് വരിക. അപ്പൊ അത് ചെയ്യാവുന്നതാണ്. ഞവരക്കിഴി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. നെർവ് ഇൻഫ്ലമേഷനെ റിഡ്യൂസ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്നതാണ് ഈ പറയുന്ന ഞവരക്കിഴി. ശരിക്കും ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഞാൻ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. ചികിത്സ ചെയ്തു, വേദന കുറഞ്ഞു, ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ദേ വീണ്ടും വന്നു. കാരണം വളരെ ലളിതമാണ്. അവർ ട്രീറ്റ് ചെയ്യുന്നത് പെയിനിനെയാണ്, അതിന്റെ റൂട്ട് കോസിനെ അഡ്രസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ റൂട്ട് കോസുകളെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ടൈറ്റ് ഹിപ്പ് ഫ്ലെക്സേഴ്സ് എന്ന് പറയുന്നതാണ്. ദിവസവും ഒരു 8 മുതൽ 10 മണിക്കൂറൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇടുപ്പിന്റെ ഹിപ്പ് ഫ്ലെക്സേഴ്സ് ഷോർട്ട് ആവുന്നു. അതെന്ത് സംഭവിക്കും? ലംബാർ സ്പൈനിലേക്ക് വരുമ്പോൾ ലോഡ് കൂട്ടും. ഇത് നെർവിന്റെ പ്രഷറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ ഫാക്ടർ. 2, വീക്ക് ആയിട്ടുള്ള ഗ്ലൂട്ടിയൽ മസിൽസ് സയാറ്റിക് നെർവായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ഇത് നിൽക്കുക. അപ്പൊ ഇവ വീക്ക് ആവുമ്പോൾ, ഗ്ലൂട്ടിയൽ മസിൽസ് വീക്ക് ആവുമ്പോൾ പൈരിഫോമിസ് കോമ്പൻസേറ്റ് ചെയ്ത് വളരെ ടൈറ്റ് ആവുന്നു, നെർവ് അവിടെ കംപ്രസ് ആവുന്നു. ഇനി മൂന്നാമത്തെ കാര്യം വീക്ക് ആയിട്ടുള്ള കോർ. അപ്പൊ കോർ മസിൽസ് എന്ന് പറയുമ്പോൾ അബ്ഡോമിനൽ മസിൽസ് എല്ലാം തന്നെ കോർ മസിൽസിൽ പെടും. അത് വീക്ക് ആവുമ്പോൾ ലംബാർ സ്പൈൻ അൺസ്റ്റേബിൾ ആയി നിൽക്കും. ഓക്കെ, ലംബാർ സ്പൈൻ നമ്മുടെ ഏറ്റവും നട്ടലിന്റെ ഏറ്റവും അടിവശം ലംബാർ സ്പൈൻ അൺസ്റ്റേബിൾ ആവുകയും ഡിസ്കില് അൺഈവൻ ആയിട്ടുള്ള ലോഡ് ഉണ്ടാവും. ഇത് നെർവ് ഇറിറ്റേഷനെ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ നെർവ് ഇറിറ്റേഷനെ കൂടുതൽ സെൻസിറ്റൈസ് ചെയ്യും. അപ്പൊ പെയിൻ കില്ലർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദനയെ, പെയിനിനെ മാസ്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുക. റൂട്ട് കോസിനെ അത് തൊടുന്നേയില്ല. പെയിൻ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പെയിൻ റിട്ടേൺ ആയി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പൊ റൂട്ട് കോസിനെ അഡ്രസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിനകത്തൊരു പെർമനന്റ് റിലീഫ് കിട്ടുക. നമ്മൾ മാക്സിമം മജോറിറ്റി കാണുന്ന ട്രീറ്റ്മെന്റുകളും കൈറോപ്രാക്ടിസും ഒക്കെ തന്നെ കാണിക്കുന്നത് ഈ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് മാത്രമാണ് കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും വേദന തിരിച്ചു വരും. അപ്പൊ ചെയ്യേണ്ടത് ഇതാണ്, പെർമനന്റ് ആയിട്ടുള്ള റിലീഫ് കിട്ടാൻ ആ റൂട്ട് കോസിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒന്ന് പൈരിഫോമിക് സ്ട്രെച്ച് എന്ന് പറയും. നമ്മൾ നിലത്ത് തറയിൽ നേരെ കിടക്കുക, വലത്ത് മുട്ട് മടക്കി
ലെഫ്റ്റ് ആംഗിൾ റൈറ്റ് നീയിലേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് റൈറ്റ് തൈസ് ജെന്റിലായിട്ട് ചെസ്റ്റിലേക്ക് പുള്ളി ചെയ്യുക. ഇത് 30 മുതൽ 40 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്ത് രണ്ട് സൈഡിലേക്കും ഒരു ദിവസം തന്നെ 2 തവണ ചെയ്യുക. അപ്പൊ പൈറിഫോമിസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ ആ പൈറിഫോമിസ് അത് റിലീസ് ആവുകയും അവിടെ സയാറ്റിക് നെർവ് ഡീകംപ്രസ് ആവുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഗ്ലൂട്ടിയൽ ബ്രിഡ്ജ് എന്ന് പറയുന്നതാണ്. ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന എക്സസൈസ് ആണ്. ഫ്ലോറിൽ തറയിൽ കിടക്കുക, നീസ് ബെൻഡ് ചെയ്യുക, ഹിപ്പ് സ്ലോലി ലിഫ്റ്റ് ചെയ്ത് ഒരു 3 മുതൽ 5 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്ത് 10 റിപ്പീറ്റേഷൻ ചെയ്യുക. അപ്പൊ ഗ്ലൂട്ടിയൽ മസിൽസ് സ്ട്രെങ്തൻ ആവാൻ തുടങ്ങും. നെർവ് പ്രൊട്ടക്ഷൻ അതിന്റെ സാധ്യത വളരെ കൂടും. ആ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ടൈറ്റ് ആവും. ഇനി മറ്റൊന്ന് നടക്കുന്നത്. എല്ലാ ദിവസവും ഒരു 20 മുതൽ 30 മിനിറ്റ് വളരെ സ്ലോ ആയി മെല്ലെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു പേസിൽ ഒരുപാട് ക്ഷീണിക്കാതെ അണയ്ക്കാതെ വിയർക്കാതെ നടക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നെർവിൽ ഉണ്ടാവുന്ന ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആയിട്ട് പോകാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഇൻഫ്ലമേഷൻ റിഡ്യൂസ് ആവും, വേദന കുറയും. ഇനി മറ്റൊന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ലോങ് സിറ്റിംഗ്, ഒരുപാട് നേരം ഒരു 30 മിനിറ്റിൽ കൂടുതൽ ഇരിക്കാതിരിക്കുക. ഈ 30 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് എണീക്കുക, ഫോർവേഡ് ബെൻഡ് ചെയ്യുക. അത് ഒരുപാട് അക്യൂട്ട് ഫേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. ഒപ്പം തന്നെ ഹൈ ലിഫ്റ്റിംഗ്, നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ വലിയ വെയിറ്റുകളും എടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം വാം ആയിട്ടുള്ള എണ്ണ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സിസൈം ഓയിലൊക്കെ എള്ളെണ്ണയൊക്കെ നമുക്ക് വേണമെങ്കിൽ ലോവർ ബാക്കിൽ വളരെ മൈൽഡായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന പക്ഷം വാദം അവിടെ കുറയാനും വാദം പാസിഫൈ ചെയ്യുവാനും മസിൽ ടെൻഷൻ അവിടെ റിലീസ് ചെയ്യുകയും ഒപ്പം തന്നെ സംഭവിക്കുന്നതാണ് നെർവിന്റെ പെയിൻ റിഡ്യൂസ് ആവുകയും ചെയ്യും. ഇനി ഇതിനെ കുറിച്ച് റെഡ് ഫ്ലാഗ്സ് ഞാനൊന്ന് പറയാം. ഇനി പറയുന്നതെല്ലാം തന്നെ എമർജൻസി സൈൻസ് ആണ്. ഒരു നിമിഷം പോലും ഈ റെഡ് സൈൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡിലേ ചെയ്യരുത്. തൊട്ടടുത്തുള്ള കൺസൾട്ടിങ് ആരാണോ അടുത്തുള്ളത് അവരെ ആ ഡോക്ടറിനെ തീർച്ചയായും ഇത് കാണിക്കാനായിട്ട് ശ്രമിക്കുക. ഒന്ന്, കാലിന്റെ വീക്ക്നെസ് ആണ്, നടക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ഫുട്ട് ഡ്രോപ്പ് ആവുന്നുണ്ട് എങ്കിൽ തീർച്ചയായും, അതോടൊപ്പം തന്നെ കാല് ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ബ്ലാഡർ അല്ലെങ്കിൽ ബൗവൽസ് മലമൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു സ്പൈനൽ എമർജൻസി കണ്ടീഷനാണ്. പ്രോഗ്രസീവ് നംനെസ്, ക്രമേണ മരവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരിക, അത് 2 കാലിലേക്കും വേദന സ്പ്രെഡ് ചെയ്യുക, ഇതൊക്കെ തന്നെയും നെർവ് ഡാമേജിന്റെ സൈൻസ് ആവാൻ സാധ്യതയുണ്ട്. ഇത് ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡാമേജിലേക്ക് കൊണ്ടുപോകും. എനിക്കറിയാവുന്ന ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു 42 വയസ്സാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. 3 വർഷം അദ്ദേഹത്തിന് സയാറ്റിക് ഉണ്ടായിരുന്നു. 2 ഡോക്ടർമാർ സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഹിസ്റ്ററി എടുത്തപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ 10 മുതൽ 12 മണിക്കൂർ ഇരിക്കുന്നുണ്ട്, എക്സസൈസ് ഇല്ല, പൈറിഫോമിക്സ് ടൈറ്റ് ആണ്, ഗ്ലൂട്ട് വീക്ക് ആണ്, കോർ മസിൽസും വീക്കാണ്. അപ്പൊ ആയുർവേദത്തില് വളരെ സിമ്പിൾ ആയിട്ട് അതിനകത്ത് കടിവസ്ത് ചെയ്തു, ഞവര ചെയ്തു, സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസ് പ്രോട്ടോകോൾസും ചെയ്തു. 6 ആഴ്ച പെയിൻ ഏകദേശം ഒരു 70% കുറഞ്ഞ് കണ്ടിട്ടുണ്ട്. 3 മാസം കൊണ്ട് സർജറി ഇല്ലാതെ തന്നെ ഫുള്ളി റിക്കവറി ആകാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു മിഷൻ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ മിഷൻ നമ്മൾ റിപ്പയർ ചെയ്യണം, അല്ലാതെ റീപ്ലേസ് ചെയ്യുക അല്ല നമുക്ക് വേണ്ടത്. ചിന്തിച്ചാൽ മതി. നട്ടലിനും അതുപോലെ തന്നെയാണ്. സർജറി എന്ന് പറയുന്നത് ആദ്യത്തെ ഓപ്ഷൻ ഒന്നും അല്ല, ലാസ്റ്റ് ഓപ്ഷനാണ്. റൂട്ട് കോസിനെ അഡ്രസ് ചെയ്യുക, റിക്കവറി പോസിബിൾ ആണോ എന്ന് നോക്കുക, ആണെങ്കിൽ അത് ചെയ്യുക. കമന്റിലേക്ക് ഒന്ന് സൂചിപ്പിക്കുക, നിങ്ങളുടെ പെയിൻ ഇപ്പൊ ഏത് ലെവലിലാണ് നിൽക്കുന്നത്. ബട്ടക്സിലാണോ, തൈസിലാണോ, പാദത്തിലാണോ, മുട്ടിലാണോ? ഒറ്റ വാക്കിൽ എഴുതാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഈ വീഡിയോ എന്നിട്ട് നിങ്ങളുടെ ഒരു കാലുവേദന ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ സർജറി ഒക്കെ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ മാസ്റ്റർ ക്ലാസിന്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. രജിസ്റ്റർ ചെയ്യുക, നമുക്ക് വെബിനാർ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക.